ക്ലൈംബർ ദിനം എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ് ഇത് നമ്മുടെ സ്ഥിരം ഫിഷിംഗ് ബോട്ടാണ് കേട്ടോ. തെങ്ങെല്ലാം മുറിച്ച് ഇവിടെയുള്ള പല പല റിസോർട്ടുകൾക്ക് ഇത് വിൽക്കും. നമ്മുടെ ഫസ്റ്റ് മീൻ ഇവിടെ ടോട്ടൽ നമുക്ക് 2 മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നിവിടെ ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ. ഇതാ ഇവിടെ ഈ ഒരുത്തനെയും പിന്നെ അതെ ഈ 2 പേരെയും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു. അപ്പോൾ നമ്മളിതേ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി. ഇന്ന് എന്ത് മീനാണ് കിട്ടുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് മീനൊന്നും കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും വെതറൊക്കെ ഭയങ്കര മോശമാണ്. സീ ഭയങ്കര റഫാണ് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് നമുക്ക് മീൻ കിട്ടാത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും മീൻ പിടിക്കണമെന്നുള്ള ഒരു വാശിയായിട്ടാണ് പോണത്. നമുക്കിന്ന് എന്ത് മീനാണ് കിട്ടുന്നതെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് ചെല്ലാം. ഇത് നമ്മുടെ സ്കൂളാണ് കേട്ടോ. ഇതുണ്ടോ, സ്കൂളിൽ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് സോളാറിൻ്റെ പാനൽസ് ഘടിപ്പിച്ചേക്കുകയാണ്. സ്കൂളിൽ 2 കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഫുള്ള് ഇങ്ങനെ സോളാറിൻ്റെ പാനൽ വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് കറണ്ട് കിട്ടുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. പണി കഴിഞ്ഞിട്ടില്ല, പെട്ടെന്ന് തന്നെ കഴിയും. കാരണം ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ അവർ ഏകദേശം പണികളെല്ലാം തീർത്തു. നമ്മളിതേ ആ കാണുന്ന എൻഡിലേക്കാണ് കേട്ടോ പോണേ. അവിടെ അത്യാവശ്യം നല്ലൊരു ഫിഷിംഗ് സ്പോട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്പോട്ട് എത്തി. ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈദൊക്കെ വരികയല്ലേ, അപ്പോൾ ഇവിടെ ആയിരിക്കും വൈകുന്നേരം സമയങ്ങളിൽ എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് വൈകുന്നേരം വന്നിരുന്ന് സംസാരിച്ചിരിക്കാനും ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ഈദിൻ്റെ ടൈം ആകുമ്പോൾ തിരിച്ച് വരും കേട്ടോ. ഇവിടെ നാട്ടിൽ വരും. ഇതുണ്ട്, ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അത്രയ്ക്ക് റഫും അല്ല കേട്ടോ ഈ ഒരു സൈഡ്. ഇതേ പോണത് ഒരു ബോട്ട് കണ്ടോ. ഇതേതോ റിസോർട്ടിലാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടോ കല്ല്, കടല് വെള്ളം അടിച്ച് നേരെ കല്ലെല്ലാം ഇങ്ങനെ പൊങ്ങി മുകളിൽ ഒന്ന് നടക്കും കേട്ടോ. അത് വിപിൻ സാറിതേ സാധനമൊക്കെ സെറ്റ് ചെയ്ത് അനക്കില്ല. നമ്മൾ ഈ ബ്രെഡ് നേരെ കടലിൽ എറിഞ്ഞു കൊടുത്തിട്ട് അത് കൊത്തുണ്ടോയെന്ന് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ മീൻ പിടിക്കുന്നത്. അഥവാ കൊത്തുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം മീൻ കിട്ടും. കാരണം ബ്രെഡൊക്കെ വെച്ചിട്ടാണ് നമുക്ക് കൂടുതലും മീൻ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് പിടിക്കാറ്. ഈ ഒരു ഏരിയ ബോട്ട് കൺസ്ട്രക്ഷൻ ഏരിയയാണ് കേട്ടോ. ഇവിടെ കൂടെയാണ് ഒത്തിരി ബോട്ടിൻ്റെ കൺസ്ട്രക്ഷനും പരിപാടിയൊക്കെ നടക്കുന്നത്. ഇവിടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അല്ലേ മെയിനായിട്ട്. പെയിന്റിങ്ങും കാണും സാർ. ഈ ഒരു സൈഡിൽ അവർ കൂടുതലായിട്ടും ഈ പെയിന്റിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കടലിലും ഇവിടെ അത്യാവശ്യം മണലിലൊക്കെ നല്ല സ്മെല്ലുണ്ട് ഈ പെയിന്റിൻ്റെ ഒക്കെ. സാധാരണ നേരത്തെ നമ്മൾ ഈ ഈവനിങ് ടൈമിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം മീൻ കിട്ടുന്നതാണ്. വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് ഇതേ കുറേ പേര് കടലിൽ നിന്നും ഒരു മത്സ്യകന്യക അതേ കരയിൽ കയറി നിൽക്കണ്, ഇറങ്ങി ഓടണ്. അയ്യോ ഇതാരാ ഇത്? ഒന്നും കൂടെ പറഞ്ഞു. ക്ലൈംബർ ദിനം എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ് അടിച്ച് പറഞ്ഞോ. എന്താ മിണ്ടാ നിക്കണേ? എന്താ ഇവിടെ പരിപാടി? ഈ ചവിട്ടുന്നത് കണ്ടിട്ട് റീലെടുപ്പാൻ തോന്നി. ഇവര് നമ്മുടെ മെയിൻ റീൽസിന്റെ ആൾക്കാരാണ് കേട്ടോ. ഇവരുടെ പേജല്ലേ, എന്തായാലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം. എല്ലാവരും കയറി ചെയ്യാം. അല്ലേ 6 ബ്രെഡ് ഇട്ടാ നിങ്ങളിവിടെ? നോ ഐഡിയ. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഐലൻഡിൻ്റെ ഒരു സൈഡിൽ കൂടെ കറങ്ങി അടുത്ത സൈഡിലേക്ക് വന്നു. ഇനി ഇതിപ്പോൾ ഹാർബറാണ് കേട്ടോ. ഒരു വലിയൊരു ഫിഷിംഗ് ബോട്ടൊക്കെ കിടപ്പുണ്ട്.
ഇതുണ്ടോ, ഇത് ചെറിയ ഫിഷിംഗ് ബോട്ട്. ഇത് നമ്മുടെ സ്ഥിരം ഫിഷിംഗ് ബോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ പോയുള്ള മീൻപിടുത്തം കാണാനായിട്ട് മുകളിലുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം കേട്ടോ. നല്ല അടിപൊളി ഫുൾ ഫിഷിംഗ് ആണ് അതിൽ. നടുകടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നതാണ്. അടുത്ത് നമ്മൾ പോകുന്നത് നേരെ ഇവിടുത്തെ സൺസെറ്റ് സ്പോട്ടിലാണ്. ഒരു ക്രെയിൻ, ഹിറ്റാച്ചി ഇല്ല, ക്രെയിൻ. ഇതാണ് കേട്ടോ നമ്മുടെ ഐലൻഡ്. നമ്മുടെ ഐലൻഡിൻ്റെ പേരെല്ലാം ഫുള്ള് ഇതാക്കിയിട്ടുണ്ടല്ലോ സാറേ, പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഐലൻഡാണ് ആ ബാക്കിൽ കാണുന്ന. എന്താ അല്ലല്ല, ആ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കൗൺസിൽ കേട്ടോ. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഓഫീസ് എന്നൊക്കെ പറയണമല്ലോ ഇവിടുത്തെ കൗൺസിൽ. ഇതുണ്ടോ ക്രെയിൻ. ഇവിടെ ഈ മണ്ണ് ഫുള്ള് ഇട്ടേക്കുന്നത് ഇവരാണ് കേട്ടോ. ഈ തെങ്ങെല്ലാം മുറിച്ച് ഇവിടെയുള്ള പല പല റിസോർട്ടുകൾക്ക് ഇത് വിൽക്കും. അങ്ങനെ വിൽക്കുമ്പോഴത്തേക്കും ഒരു തെങ്ങിന് 500 രൂപ, മിനിമം 500 രൂപ കിട്ടും കേട്ടോ. ചെറിയ തെങ്ങാണെങ്കിൽ 500, വലിയ തെങ്ങാണെങ്കിൽ ഏകദേശം 750 രൂപ വരെ കിട്ടും. 500 രൂപ ആയപ്പോഴത്തേക്കും 5×5 25, 2500 രൂപ. ഏകദേശം 10,000 തെങ്ങ് അടുപ്പിച്ച് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇതിവിടുത്തെ ഇതുണ്ടോ, ഒരു സോളാർ പാനലിൻ്റെ വർക്ക് നടക്കുകയാണ്. ഈ ഒരു ഫുള്ളായിട്ട് ഇപ്പോൾ ഇവിടെ ഒത്തിരി ഐലൻഡുകളിൽ ഫുള്ള് സോളാറിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ വർക്കേഴ്സ് നിന്ന് പണിയെടുക്കുന്നുണ്ട്. ബാറ്ററി സിസ്റ്റം കാണാണ്ടിരിക്കില്ല. ബാറ്ററി സിസ്റ്റം കാണുമായിരിക്കും. എനിക്ക് ഇതിനെപ്പറ്റി, സോളാറിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ എന്തായാലും അവർ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്യുള്ളൂ. ഈ ഒരു സൈഡ് കണ്ടോ, ഇത് ഫുള്ള് ബോട്ടാട്ടോ. നമുക്ക് മീൻ പിടിക്കാൻ പോകേണ്ട സ്ഥിരം ബോട്ടുകളാണ് ഇതൊക്കെ. നല്ല കാറ്റ്, അതെ ആ സൈഡ് നല്ല കാറ്റാട്ടോ. അതെ അതെ, കുറേ കുട്ടി തെങ്ങുകളും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തെങ്ങ് അതൊക്കെ അങ്ങാണ്. നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന ആ ചെറിയ തെങ്ങൊക്കെ നമ്മൾ നട്ടാണ് കേട്ടോ. ഈ ഒരു തെങ്ങ് കണ്ടോ, ഇതിൻ്റെ നിറച്ചുക, പക്ഷേ എല്ലാം കൂട്ടത്തോടെ ആയതാണെന്ന് തോന്നുന്നു. ഒരു മെനയില്ലല്ലേ, വലുതായിട്ട് വലിയ കായ ആവത്തില്ല എന്ന് തോന്നുന്നു. ഇതെന്താ, എല്ലാം ചെറിയ കായ. പിന്നെ ഇവിടെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കള്ളുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കള്ള്, ഇവിടെ പിന്നെ കള്ളായിട്ടല്ല, ഡ്രാ എന്നാണ് പറയുന്നത്. വേറെ ഒന്നും ആഡ് ചെയ്യത്തില്ല അവർ. ജസ്റ്റ് നല്ല മധുരമുള്ള ഒരു സാധനമാണ്, കരിക്കും വെള്ളം പോലെ ഇരിക്കും. അങ്ങനെയുള്ളൊരു സാധനം ഇതിന് ചെത്തിയെടുക്കുന്നുണ്ട് അവർ. നല്ല അടിപൊളി സ്പോട്ടെന്ന് പറഞ്ഞ് വന്നതാ, അമ്മാതിരി കാറ്റ്. പക്ഷെ ഇത് നല്ല സ്പോട്ടാണ് കേട്ടോ. തിര നോക്കി എന്തു ചമ്പോ. നമ്മളിതിന് എങ്ങനെ അങ്ങോട്ട് എറിയും ചൂണ്ട? നല്ല റഫാട്ടോ ഇവിടെ. നല്ല റഫ്. നോക്കിയൊക്കെ തരാം. നമ്മുടെ ഫസ്റ്റ് മീന് എവിടെ? ഇങ്ങോട്ട് കാണി. ടോട്ടൽ നമുക്ക് 2 മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ മീനിൻ്റെ ഉണ്ടോ മൂട്ടിലാണ്
ചൂണ്ട കയറി വന്നേക്കണേ. കിട്ടി മോനെ നമുക്ക് അടുത്ത മീൻ. മൂന്നെണ്ണം കിട്ടി. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ. ഇതാ ഇവിടെ ഈ ഒരുത്തനെയും പിന്നെ അതെ ഈ രണ്ടുപേരെയും. ഇത് രണ്ട് നമ്മൾ ഇനിയും ബെയ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഏത് അത് ഞാൻ മറ്റേ എറിഞ്ഞത്. അപ്പോൾ അടുത്ത ഫിഷിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ക്ലൈംബർ ദിനം എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താണ് ബെല്ലൈക്കൺ